സോ ഫൈനലി നമ്മുടെ എല്ലാം കിട്ടിയിരിക്കുകയാണ് പോക്കോയുടെ സ്വന്തം പോക്കോ X8 Pro. ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഇതൊരു ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്, അതെ കാശ് കൊടുത്ത് മേടിച്ചാണ്. എനിവേ ഫസ്റ്റ് തന്നെ ഫേക്ക് അൺബോക്സിങ്. ഫസ്റ്റ് തന്നെ ബുക്കും പേപ്പറും, സിം ഇജക്ടർ ടൂൾ, നല്ലൊരു TPU കേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി TPU കേസാണ്. 100 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറാണ്. 100 വാട്ട് Type A to Type C കേബിളാണ്. ഇനി ഫൈനലി ഫോണിലേക്ക് വരാം. ആൻഡ് ഇതാണ് ഫോണിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഷോർട്ട് റിവ്യൂയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ. ഈ ഒരു ഫോൺ കയ്യിലെടുത്തപ്പം ആക്ച്വലി ഇതൊരു പോക്കോ ഫോണായിട്ട് തോന്നത്തില്ല, ഒരു ഐഫോൺ കയ്യിലെടുത്ത പോലെയാണ്. കാരണം ഒന്ന് ഇതിൻ്റെ അലൂമിനിയം ഫ്രെയിം, ഒരു ചെറിയ ഫോം ഫാക്ടർ, അതായത് എൻ്റെ കൈക്ക് കറക്റ്റ് അത്രേ ഉള്ളൂ. 6.59 ഇഞ്ചാണ് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ. ആൻഡ് ബോക്സി ഡിസൈനാണ്, ആൻറ്റിന ലൈൻസ് ഉണ്ട്, ബാക്ക് മാറ്റ് ഫിനിഷ് ആണ്, പ്ലാസ്റ്റിക് ബാക്ക് ആണ്, ഫ്രണ്ട് IP69 റേറ്റിംഗ് ഉണ്ട്, IP69 68 റേറ്റിംഗ് ഉണ്ട്. വേറെ എന്നാ വേണം, എല്ലാ സംവിധാനവും ഉണ്ട്. ഇൻഹാൻഡ് ഫീൽ അടിപൊളിയാണ്. 8.4 മില്ലിമീറ്റർ തിക്നെസ് ആണ്, 201 ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അടിപൊളിയാണ്. സോ കൈ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫോൺ ഹോൾഡ് ചെയ്യുന്ന പോലാണ്, അത്രയ്ക്ക് നൈസാണ്. സോ നൈസ്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം ബ്രോക്കേഴ്സ് പവർ ബട്ടൺ ഉണ്ട്. താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് സിം സ്ലോട്ട് ഉണ്ട്, Type C പോർട്ട് ഉണ്ട്, അതേപോലെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, ഇയർ പീസിലാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ. അടുത്ത നമുക്ക് ഫോണിന്റെ ഓഡിയോ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. സോ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ആൻഡ് ദ ഓഡിയോ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റ്, അതായത് വോളിയം അത്യാവശ്യം നന്നായിട്ടുണ്ട്, ക്വാളിറ്റി ഈസ് ഓൾസോ ഫൈൻ. അടുത്താണ് നമുക്ക് ഈ ഫോണിന്റെ ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഫേസ് അൺലോക്ക്. ഇനി ഫിംഗർ പ്രിന്റ്. രണ്ടും ഫാസ്റ്റാണ്, അടിപൊളി. ആൻഡ് ആനിമേഷൻ ഉണ്ട്, ബട്ട് എല്ലാം ഫാസ്റ്റാണ്. ആ ഒരു ആനിമേഷൻ ഡിലേ പോലും എനിക്ക് പറയാനില്ല. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.59 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, HDR10+ ആണ്, ഡോൾബി വിഷൻ സപ്പോർട്ടൊക്കെ ഉണ്ട്. ആൻഡ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ആണ്. 7i, അതെ, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. ആൻഡ് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് പീക്ക്, എല്ലാം ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇനി സ്ക്രീൻ ടു ബോഡി റേഷ്യോ ജസ്റ്റ് അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. ചിഹ്നൊന്നും ഇല്ല, ചിഹ്നം ഈവൻലി മാനേജ്ഡ് ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇസ് ജസ്റ്റ് ഫൈൻ. അതായത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നിലവാരം വെച്ച് ഒരു 30,000 to 33,000 ഫോൺ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇതിലുണ്ട്. ആൻഡ് കിട്ടത്തില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ആ ഒരു ഗ്രേഡിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ബട്ട് എന്നിട്ടും 30,000 to 33,000 പോക്കോ തരുന്നുണ്ട്. പോക്കോയുടെ ബ്രാൻഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ പോലും ഇത് പോക്കോ ഫോണാണ്, അത് ഞാൻ എടുത്തിട്ട് പറയുന്നുണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ കുറെ അത്ഭുതമായിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒക്കെ നൈസാണ്, സൺ വിസിബിലിറ്റി ഒക്കെ കുഴപ്പമില്ല, ഒരു ഇഷ്യൂസും ഇല്ല. AMOLED ഡിസ്പ്ലേയുടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, ഡീപ് ബ്ലാക്സ്, സാച്ചുറേറ്റഡ് കളേഴ്സ്, അടിപൊളിയാണ്. സോ കണ്ടന്റ് കൺസപ്ഷൻ ഒക്കെ വളരെ നൈസാണ്, ഒരു ഇഷ്യൂസും ഇല്ല. അടുത്തത് നമുക്ക് ഒരു ഫോണിന്റെ കുതിര അല്ലെങ്കിൽ ഹോഴ്സ് പവറിനെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന Dimensity 8500 Ultra ആണ്. അതെ, ഈ ഒരു റേഞ്ചിലുള്ള ഒരു ബെസ്റ്റ് ചിപ്സെറ്റ് ആണ്. LPDDR5X UFS 2.1 ആണ്. ബെഞ്ച് മാർക്ക് സ്കോഴ്സിലേക്ക് വേണമെങ്കിൽ ആൻതുത് ബെഞ്ച് മാർക്ക് നമുക്ക് 20,01,596 ആണ്. ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിയാൽ 1527 സിംഗിൾ കോർ സ്കോർ, 6293 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി CPU ത്രോട്ടിൽ ടെസ്റ്റിലേക്ക് വരണമെങ്കിൽ 81% സ്റ്റെബിലിറ്റി എനിക്ക് 50 മിനിറ്റ്സ് ടെസ്റ്റിലേക്ക് കിട്ടി. 30 മിനിറ്റ്സിൽ എനിക്ക് 72% സ്റ്റെബിലിറ്റിയാണ് കിട്ടിയത്. ആൻഡ് 30 മിനിറ്റ്സിന് സമയത്ത് സ്ലൈറ്റ്ലി ഈ ഫോൺ ത്രോട്ടിൽ ചെയ്തു ഈ ഒരു ആപ്പ് പ്രകാരം. ഇനി എങ്ങനെയുണ്ട് ഡേ ടു ഡേ യൂസേജ്? ഇറ്റ്സ് ജസ്റ്റ് ഫൈൻ. അതായത് നോർമൽ യൂസർ ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ആണ്. അതായത് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, കോളിങ്, എന്താ പറയുക, ഒരു മീഡിയം ലെവൽ എഡിറ്റിങ് നൈസാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഒരു ഇഷ്യൂ നോർമൽ യൂസർ ജസ്റ്റ് ഇറ്റ്സ് വെരി ഗ്രേറ്റ്. ആപ്പ് ഓപ്പണിംഗ് ക്ലോസിങ് തന്നെ ഞാൻ പറയേണ്ടതില്ല, അത്രയ്ക്ക് സ്മൂത്താണ്. അതായത് നത്തിങ് ഫോണിന്റെ ലെവൽ സ്മൂത്ത്നെസ് ആണ്. ആൻഡ് കൈൻഡ് ഓഫ് സിമിലർ ആണ് കേട്ടോ. ഇത് റിയൽമിയിലും ഒപ്പോയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ ആപ്പ് ഓപ്പണിംഗ് ഒക്കെ. ജസ്റ്റ് ഗ്രേറ്റ്. ഇനി ഗെയിമിങ്ങിലേക്ക് നമുക്ക് BGMI Extreme Plus, അത് 120 FPS കളിക്കാം, ഇഷ്യൂസ് ഒന്നുമില്ല. ഗെയിമിംഗ് അത്യാവശ്യം നിങ്ങൾക്ക് കളിക്കാം, കാരണം കേപ്പബിൾ ചിപ്സെറ്റ് ആണ്, നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. ബട്ട് മൈനർ ഹീറ്റിംഗ് ഉണ്ട്.
ടിപ്പിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു ഫോൺ സ്ലൈറ്റ്ലി വാം ആകാറുണ്ടെന്ന് പറയാറുണ്ട്. ബട്ട് ഇത് വാമിനിൽ കൂടുതൽ, അതായത് ഒരു മൈനർ ഹീറ്റിംഗ് റേഞ്ചിലേക്ക് ഒരു ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ക്യാമറ പുറത്ത് യൂസ് ചെയ്തപ്പോഴും ഗെയിമിംഗ് കളിച്ചപ്പോഴും കുറച്ച് ഒരു വാംനെസ്സിൽ കൂടുതൽ, അതൊരു മൈനർ ഹീറ്റിംഗ് അനുഭവപ്പെട്ടു. കൈ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ അയ്യോ ഭയങ്കര ഹീറ്റൊക്കെ തോന്നും. അപ്പോൾ മൈനർ ഹീറ്റിംഗ് ഉള്ള ഫോണാണ്, അതൊരു ഡൗൺ സൈഡായിട്ട് തോന്നി. കുറച്ചുകൂടെ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ കൊള്ളായിരുന്നു. പിന്നെ അതാണ് അവസ്ഥ. സോ ഗെയിം കളിക്കാം, ബട്ട് മൈനർ ഹീറ്റിംഗ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ പേഴ്സൺസ്. ഒരു മേജർ ഹീറ്റിംഗ് അല്ല, മൈനർ ഹീറ്റിംഗ്. അടുത്താണ് നമുക്ക് ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, അത് സോണിയുടെ ആണ്. OIS ഉണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആണ്. ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ 20 മെഗാ പിക്സലിലെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഇനി ഫോട്ടോസ് എങ്ങനെയുണ്ട്? സോ ഫസ്റ്റ് നമുക്ക് ഡേ ലൈറ്റ് ഫോട്ടോസിലേക്ക് കടക്കാം. സൂര്യൻ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴും വന്ന സൂര്യൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സോ ആ വെളിച്ചം ഏത്. ഇനിയിപ്പോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് ഷോട്ട്സ് ആർ റിയലി ഗ്രേറ്റ്. അതായത് ഞാൻ എടുത്ത കുറേ ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിക്കും. നോർമൽ അൾട്രാവൈഡ് അതേപോലെ തന്നെ 50 മെഗാ പിക്സലാണ്. ആൻഡ് ദ ഫോട്ടോസ് ആർ ഗുഡ്. അതായത് ആ ഒരു ലൈറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നൈസാണ്. ക്ലൗഡിലുള്ള കുറേ ഫോട്ടോസ് എടുത്തു സ്കൈയുടെ. ആ ക്ലൗഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് അടിപൊളിയാണ്. അതൊരു ലൈറ്റ് ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം സെറ്റപ്പാണ്. അതേപോലെ തന്നെ സാച്ചുറേഷൻ ടിപ്പിക്കലി ചൈനീസ് ഫോണിൻ്റെ അത്രയും പച്ചപ്പോ ഹരിതാപോ എടുത്തു കാണിക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ സാംസങ് ഐഫോൺ നത്തിങ് ഒക്കെ പോലെ ഒരു തീരെ ഒരു ക്ലോസ് ടു നാച്ചുറൽ ഒരു മീഡിയം ടൈപ്പ്, അതൊരു ഇൻ ബിറ്റ്വീൻ ഫോണാണ്. അതായത് സാച്ചുറേഷൻ സ്ലൈറ്റ്ലി ഉണ്ട്, എന്നാൽ വലിയ രീതിയിലില്ല. സോ ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. അതൊരു ആക്ച്വലി ഒരു നാച്ചുറലായിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്ന രീതിയില്ല. സോ ആ ഒരു ഡേ ലൈറ്റ് ഫോട്ടോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി പോർട്രേറ്റ് ഫോട്ടോസിലേക്ക്, അതായത് ക്ലോസ് സബ്ജക്ട് ഫോട്ടോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് ഫോക്കസ് ഹണ്ടിങ് ഒന്നും ഞാൻ കണ്ടില്ല. സോ ആ ബ്ലറൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലോസ് ഒബ്ജക്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ വലിയ കുഴപ്പമില്ല, നൈസാണ്. പിന്നെ സ്ലൈറ്റ് ഒരു സാച്ചുറേഷൻ ഇവിടെ എനിക്കത് കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ ഇവിടെ ഒരു പോർട്രേറ്റ് ഫോട്ടോസിന് പെർസ്പെക്റ്റീവിൽ തോന്നുന്നുണ്ട്. ഡേ ലൈറ്റും പോർട്രേറ്റും എനിക്കൊരു ഗുഡ് ലെവലാണ് തോന്നുന്നത്. ഒരു ഡീസന്റ് ഗുഡ് ലെവൽ ക്യാമറയാണ് ഈ ഒരു പോക്കോ ഫോണിൽ എനിക്ക് തോന്നിയത്, വിച്ച് ഈസ് അത്ഭുതം. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആൻഡ് മിസ് ആണ്. സ്കൈ ഉണ്ടെങ്കിൽ പോയി, സ്കൈ ഉണ്ട്, സ്കിൻ ടോൺ പോയി, ഒരു ഗ്രേയിഷ് കളർ വരുന്നു. സ്കൈ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്കൈയുടെ ആ വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ആ ബ്രൈറ്റ്നെസ്സും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഫേസിന് എക്സ്പോഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു ഗ്രേയിഷ് ഒരു കൈൻഡ് ഓഫ് ഒരു വെള്ള എന്തോ ഒരു സംഭവം വരുന്നുണ്ട്, ഒരു ഫോഗ് പോലെ. അതാണ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് സ്കിൻ ടോൺ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. സ്കിൻ ടോൺ ഇസ് ജസ്റ്റ് ലൈക്ക് ഓഫ് ഒരു വൈറ്റിഷ് കൈൻഡ് ആണ്. ബട്ട് സ്കൈ അല്ലാത്ത പോർട്രേറ്റ് ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ഫോട്ടോസാണ്. ബ്ലറും എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നൈസാണ്. ബട്ട് ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഒരു സ്കിൻ ടോൺ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. സോ ഹ്യൂമൻ സബ്ജക്ട് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് ആൻഡ് മിസ്, ഒരു കൈൻഡ് ഓഫ് ഒരു ആവറേജ് റേഞ്ചിലേക്ക് എനിക്ക് പറയാൻ. ഇനി നമുക്ക് നൈറ്റ് ഫോട്ടോസിലേക്ക് വരണമെങ്കിൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. ഇത് നല്ലതെന്ന് പറയാൻ കാര്യം നമ്മൾ വ്യൂ ഫൈൻഡിൽ പൊട്ടയായിട്ട് തോന്നുമെങ്കിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡീറ്റെയിലിങ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. ആൻഡ് നൈറ്റ് ഫോട്ടോസ് എല്ലാം യൂസബിൾ നല്ല ഒരു ഡീസെന്റ് ലെവൽ നൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് നോട്ട് എക്സലന്റ് ഒരു ബ്രില്യൻ, ബട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു നൈറ്റ് ഫോട്ടോസ്, ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു നൈറ്റ് ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ആവറേജ് ഫോട്ടോസ് ആണ്. സ്കിൻ ടോൺ ഒന്നും കൊള്ളത്തില്ല. സോ ബേസിക്കലി എനിക്ക് ഫ്രണ്ട് ക്യാമറ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. സെൽഫിയുടെ കാര്യത്തിൽ ഒരു വലിയൊരു ഇത് തോന്നിയില്ല. അതാണ്. അപ്പോൾ വലിയ സെറ്റപ്പ് ഇല്ല. സ്കിൻ ടോൺസ് ഒന്നും കൊള്ളത്തില്ല. ആൻഡ് ലൈറ്റ് മാനേജ്മെന്റ് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ബട്ട് സ്കിൻ ടോൺ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വീഡിയോ ക്വാളിറ്റിയിലേക്ക് നോക്കണം. നമുക്ക് 4K 30 FPS വിത്ത് OIS ഉണ്ട് റെയറിൽ. സോ ഇതാണ് പോക്കോ X8 Pro എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്. 4K 30 FPS. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ആൻഡ് ദ ഫുട്ടേജ് ഇസ് ഗ്രേറ്റ്. ലൈറ്റ് മാനേജ്മെന്റ് അടിയാണ്. OISന് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സ്റ്റെബിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്നത് നമുക്ക് 1080p 30 FPS ആണ്. സോ ഇതാണ് പോക്കോ X8 Pro 1080p 30 FPS. സ്റ്റെബിലൈസേഷൻ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ക്വാളിറ്റി ലുക്സ് ഫൈൻ. ലൈറ്റ് മാനേജ്മെന്റ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫുട്ടേജ് ഈസ് ഫൈൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 1080p ആണ്. 4K തന്നില്ല, വളരെ മോശം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ആവറേജ് ഫ്രണ്ട് ക്യാമറ എന്നേ പറയാനുള്ളൂ. ഇനി ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡീസെൻറ്റ് ടു ഗുഡ് ലെവൽ, അതായത് ഒരു നത്തിങ് ഫോൺ 4Bയുടെ റേഞ്ചിലേക്ക് നമുക്ക് വെക്കാം. ആൻഡ് അതൊരു അതിശയിപ്പിക്കുന്ന ഘടകമാണ്. കാരണം പോക്കോയുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ക്യാമറയാണ്. ബട്ട് ദിസ് ടൈം പോക്കോ ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ക്യാമറയിൽ ഉണ്ട്. ഇറ്റ്സ് നോട്ട് എക്സലന്റ് വെരി ഗുഡ്, ഒരു കണ്ണ് തള്ളിപ്പോകുന്ന സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ക്യാമറ ഗുഡാണ്. ബട്ട് ബാക്കി റിക്വയർമെൻറ്റ്സും കൂടെ നോക്കി, ബാക്കി പെർഫോമൻസ്, ഡിസ്പ്ലേ, കാര്യങ്ങൾ, ബിൽഡ് എല്ലാം നോക്കിയിട്ട്
ക്യാമറ ഒരു സ്ലൈറ്റ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൂടെ കിട്ടും. അല്ലെ ക്യാമറ ഭയങ്കരമായിട്ടും വേണ്ടവരല്ല, ക്യാമറയ്ക്ക് വേണ്ടി തന്നെ ഫോൺ എടുക്കുന്നവർക്ക് ഇത് ഒഴിവാക്കാം, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ക്യാമറ കുഴപ്പമില്ലാത്ത രീതി മതി എന്നുള്ളെങ്കിൽ ഇത് മതിയായിരിക്കും. നിങ്ങൾക്കൊരു ഡെയിലി ലൈഫ് എടുക്കാനാണെങ്കിൽ, ലൈഫ് ക്യാമറ ക്യാപ്ചർ ചെയ്യാനാണെങ്കിൽ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. അതാണ് എനിക്ക് തോന്നുന്നത്. സോ ക്യാമറ ഇസ് ഒരു ഡീസൻറ്റ് ടു ഗുഡ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത നമുക്ക് ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറെ പറ്റി സംസാരിക്കാം. HyperOS 3.0 ബേസ്ഡ് Android 16 ആണ്. പറയാതിരിക്കുമ്പോൾ വരാം, ബ്ലോട്ട്വേഴ്സിന്റെ കാര്യത്തിൽ പോക്കോ അന്നും ഇന്നും സന്തുഷ്ടരാണ്. അതെ, 10-30 ബ്ലോട്ട്വേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൽ കുറച്ചൊക്കെ കാണുള്ളൂ. പക്ഷേ കുറേ എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് മാനേജ് ചെയ്യുന്ന ഈ ഒരു ബ്ലോട്ട്വേഴ്സിന്റെ ഒരു രസത്തിനും ത്രില്ലൊക്കെ ആയിരിക്കും തോന്നുന്നു. അതെ, അപ്പോൾ ആ ഒരു രസത്തിനും ത്രില്ലൊക്കെ കാണാനുണ്ട്. ബ്ലോട്ട്വേഴ്സ് കുറേ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഷവമിയാണ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഓഫ് ചെയ്താൽ നല്ലത്. അതെ, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ആഡ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. ആൻഡ് ബഗ്സ് ഞാൻ ഫേസ് ചെയ്തില്ല. സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. അതെ, അത് ഞാൻ ആദ്യമേ പറയണ്ടായിരുന്നു. ഞാൻ ഒരു ഹൈപ്പ് നിങ്ങൾക്ക് അത്ര തന്നില്ല. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. കാരണം ആനിമേഷൻസ് ഒക്കെ ബട്ടറി സ്മൂത്താണ്. അതായത് റിയൽമി ഒപ്പോയിലൊക്കെ എനിക്ക് പേഴ്സണലി ഫണ്ട ചോയ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഐക്യൂനയിലും ബെസ്റ്റ് ആനിമേഷൻ എനിക്ക് ഇതിൻ്റെ തോന്നി. ആൻഡ് ബഗ്സ് ഒന്നും ഞാൻ അധികം ഫേസ് ചെയ്തില്ല. ഇത് ഷവമി ഫോൺ തന്നെയാണെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. HyperOS അവർ റെഡിയാക്കി. MIUI തകർച്ച HyperOS തുടക്കത്തിൽ വലിയ സെറ്റപ്പ് കാണിച്ചു തകർന്നു. പക്ഷേ നൗ HyperOS ഈസ് ഫൈൻ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പോരായ്മയല്ല, ഈ ഒരു ഫോണിന്റെ പ്ലസ് പോയിന്റ് ആയി സോഫ്റ്റ്വെയർ. ആ ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളും റെക്കമെൻഡേഷൻസ് ഒക്കെ ഓഫ് ചെയ്താൽ ഇറ്റ്സ് എ ഗുഡ് സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ ബട്ട് അവർ പണിതിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഇസ് ഗുഡ്, റിയലി ഗുഡ്. പറയാതിരിക്കാൻ മേലെ പോക്കോയുടെ നിലവാരം കൂടി. ഈ ഒരു പ്രൈസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഷവമിയുടെ നിലവാരം കൂടിയെന്നും വേണമെങ്കിൽ ജനറലി പറയാം. അതായത് ഈ ഒരു ടൈമിൽ ഷവമി ഒരു തിരിച്ചുവരവ് നടത്തിയാൽ ഈ BBK ആ ഒരു മോണോപോളി ബ്രേക്ക് ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് പറ്റും. ഷവമിയാണ് പണ്ട് അത് തെളിയിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് അവർ ചെയ്യട്ടെ. ബട്ട് കാരണം ഇപ്പോൾ BBK ആണ് കൺട്രോൾ ചെയ്യുന്നത്. പ്രൈസ് BBK വെക്കുന്ന അനുസരിച്ചാണ് എല്ലാ ഫോൺസും. IQ, റിയൽമി, OnePlus, ഒപ്പോ എല്ലാം ഒരേ പ്രൈസാണ്. വിവോ വേറെ ഏതാ ബ്രാൻഡ് ഉള്ളത്? ഷവമി ആണുള്ളത്. പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല അവരെ കൊണ്ട്. ബട്ട് ഇവരെ കൊണ്ട് പറ്റിയാൽ സാംസങ് പിന്നെ നമ്മൾ വിട്ടേക്കുക. അത് വേറൊരു യൂണിവേഴ്സിലാണ് അവരുടെ പ്രവർത്തനം. നമ്മളായിട്ട് മനുഷ്യന്മാരുടെ യൂണിവേഴ്സിലല്ലേ പ്രവർത്തനം. S സീരീസ് മാത്രമേ നമുക്ക് മനുഷ്യന്മാരുടെ യൂണിവേഴ്സിലോട്ടുള്ളൂ. അപ്പോൾ പണിത് റെഡി ആക്കുവാണെങ്കിൽ ഷവമിക്ക് കയറി വരാം. അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. Wi-Fi 6 ഉണ്ട്. കണക്ടിവിറ്റിയിൽ 5G++. കരിയർ അഗ്രിഗേഷൻ ഉണ്ട്. ആൻഡ് കോൾ ക്വാളിറ്റി ഈസ് ഫൈൻ. നല്ലതാണ്. ഇനി സെൻസേഴ്സിന്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ സെൻസേഴ്സ് അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്. നോ ഇഷ്യൂസ്. ഫൈനലി ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ 6500 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും ഉണ്ട്. ഏറെക്കുറെ ഒരു 55 hour എടുക്കും ഈ ഒരു ഫോൺ ഫുൾ ചാർജ്. 0 to 100 എത്താൻ ഒരു 1 hour റേഞ്ച് എടുക്കും. 48 ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് കമ്പനി. ബട്ട് 50-55 1 hourനുള്ളിൽ ഈ ഫോൺ നിങ്ങൾക്ക് ചാർജ് എടുക്കാൻ പറ്റും. ആൻഡ് 6800 mAh ബാറ്ററി. ഞാൻ ഇത് ആക്ച്വലി യൂസ് ചെയ്തിട്ട് ഇപ്പോഴും 32%, 91-ൽ തുടങ്ങിയതാണ്. ഒരു ദിവസം ഈ സുഖം 1 day plus കിട്ടും. ആദ്യമേ ഇനീഷ്യൽ എൻ്റെ ആൻറ്റിറ്റ്യൂഡ് കാര്യങ്ങളും ബെഞ്ച് മാർക്കൊക്കെ ടെസ്റ്റിൻ്റെ ടൈമിലൊക്കെ അത്യാവശ്യം പെട്ടെന്ന് ഇറങ്ങിയ പോലെ തോന്നിയെങ്കിലും തുടരെ ആ ഇറക്കൽ ഭയങ്കര സ്ലോ ആകാൻ തുടങ്ങി. ഞാൻ ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കുറേ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ പോലും ഇതിൻ്റെ ബാറ്ററി എനിക്ക് ഈ 32-ൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു മീഡിയം ലെവൽ യൂസാണ് ചെയ്തത്. സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാറ്ററി ഈസ് ഫൈൻ. 1 day ആയാലും കിട്ടും. ഒരു പ്ലസ് പോയിന്റും കൂടാണ്. ഇനി ഫൈനലി ഒരു ഫോണിന്റെ പ്രൈസ് ആൻഡ് കൺക്ലൂഷനിലേക്ക് കിടക്കാം. 8GB 256GB ആണ് ബേസ് വേരിയന്റ്. ഇതിന്റെ പ്രൈസ് ആണ് 37,000. അതെ, ഞാൻ 32-33 എന്ന് പറഞ്ഞത് ഓഫർ പ്രൈസ് കേട്ടോ. അതായത് ഈ ഫ്രീഡം സെയിൽ 32-33, അതായത് കാർഡ് ഓഫർ ഒക്കെ വെച്ച് ആ റേഞ്ച് വരുമായിരുന്നു. ആ റേഞ്ച് വരുവാണെങ്കിൽ ജസ്റ്റ് ബൈ ദിസ് ഫോൺ. പോക്കോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് ബൈ ദിസ് ഫോൺ. ഇനി ഈ ഒരു പ്രൈസ് 37K ഓക്കെ. ഇനി 12,256 ഓഫ് കോഴ്സ് 40,000 ആണ്. 12,256 ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എടുക്കുകയാണെങ്കിൽ 8,256 എടുത്തോ. 12-ന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ ഒപ്പീനിയൻ. ബിൽഡ് അടിപൊളിയാണ്. ഡിസ്പ്ലേ അടിപൊളിയാണ്. പെർഫോമൻസും നൈസാണ്. ഹീറ്റിംഗ് ഒരു നെഗറ്റീവാണ്. ബാറ്ററി ഈസ് ഗ്രേറ്റ് ആണ്. ക്യാമറ ഈസ് ഗുഡാണ്. സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ ഗ്രേറ്റ്. അതിൽ ഗുഡ് പറയാം. ബ്ലോട്ട്വേഴ്സ് ഉണ്ടല്ലോ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു സജസ്റ്റബിൾ ഫോണാണ്. 32,000-ന് ഇതൊരു സ്ട്രോങ് ഡീലാണ്. 32,000-ൽ പോക്കോ മേടിക്കാൻ പേടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി മേടിക്കാം. ശരിയാണ്, എനിക്ക് പോക്കോ റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ട്. ആൻഡ് അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ഇതില്ല എക്സ്പെക്ടേഷൻ. പക്ഷേ ഉണ്ട്. ഇത്രയൊക്കെ പോക്കോനെ പൊക്കി പറയാൻ വിചാരിക്കാം ഇനിയിപ്പോൾ അമ്മാർ കാശ് അമ്മാർ 5 പൈസ തന്നിട്ടില്ല. പോക്കോ ഈ ബ്രാൻഡ് കണ്ടിട്ടുമില്ല. സോറി, ഈ കാറ്റൽ കണ്ടിട്ടുമില്ല. അത് ഞാൻ എപ്പോഴും പറഞ്ഞേക്കും. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ തോന്നുന്നു. നല്ലത് തോന്നിയോണ്ടാണ് നല്ലതെന്ന് പറഞ്ഞത്. മോശം തോന്നിയ ഫോൺസ് മോശമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് നല്ല ഒരു
ഒരു പ്രീമിയം ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഈ ഫോണിൽ നിന്ന് കിട്ടി. ശരിയാണ് 37,000 ഉണ്ടോ എന്ന് ചോദിച്ചാലും ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ ബാക്കി കമ്പാരിറ്റീവ്ലി തരുന്ന 40,000 കിട്ടുന്ന ഫോൺസ് IQ Neo 10 പോലുള്ള ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറേ കാര്യങ്ങൾ IQ-നേലും ബെറ്റർ ആണ്. ക്യാമറ എനിക്ക് തോന്നുന്നത് IQ ആയിരിക്കും മേ ബി സ്ലൈറ്റ്ലി ബെറ്റർ. ബാക്കി കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേസ് ബെറ്റർ ഇവിടെയാണ്, ബിൽഡ് അതിനേലും വേ ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി ബാക്കപ്പും വേ ബെറ്റർ ആയിരിക്കും. സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ അത് പിന്നെ ഏറെക്കുറെ സെറ്റപ്പാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി 37K ആക്ച്വലി ഇത് സ്റ്റിൽ ബേസ്ഡ് ഓൺ ദാറ്റ് ചീപ്പസ്റ്റ് ആണ്. മറ്റേത് 40 ഇത് 37 കിട്ടും. ഓഫർ പ്രൈസിൽ എങ്ങനെയും ഒക്കെ മേടിക്കാൻ പറ്റും. 32-33 രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഡീലാണ്. 36 ഞാൻ പറയണമെങ്കിൽ ഒരു മീഡിയം ഒരു ഡീസൻറ്റ്ലി ഡീൽ കൺസിഡർ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. സോ പേഴ്സണലി നിങ്ങൾക്ക് എടുക്കാം. ഇത് ഒഴിവാക്കേണ്ട ഒരു ഫോണല്ല, സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫോണാണ്. ബട്ട് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പോക്കോയോട് താല്പര്യം ഇല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ്, വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഈ ഫോൺ ഇറക്കിയതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നൈസാണ്. ഇതിൻ്റെ ഹാപ്റ്റിക് കൂടെ നൈസ്. ഞാൻ പറയാൻ വിട്ടു, ഹാപ്റ്റിക് ഈസ് ഓൾസോ ജസ്റ്റ് ഗ്രേറ്റ്. സോഫ്റ്റ്വെയറിൽ നന്നായിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ, അടിപൊളിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റ്. എല്ലായിടത്തും നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട്. ലീനിയർ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഓൾറൗണ്ടർ കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, താല്പര്യമുള്ള ചെക്കൗട്ട് ചെയ്യുക. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. ഇതിലൂടെ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ചാനലൊരു ഹെൽപ്പായിരിക്കും. അതാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും